ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടുന്ന ഒരു വീഡിയോ ആണ്. രാവിലെ തന്നെ വീട്ടിലായിരുന്നു, നെട്ടയത്തായിരുന്നു. അവിടെ നിന്ന് വേദയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു. സ്കൂളിലാക്കിയ ശേഷം ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു പോരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നല്ല പാരമീൻ, നവരമീൻ, കണ്ണൻകുഴിയാള മീനൊക്കെ വാങ്ങിച്ചിട്ട് പോയി. 2-3 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് വാങ്ങിയത് കേട്ടോ. വീട്ടിൽ വന്ന് മീനെല്ലാം കട്ട് ചെയ്ത് ചീമയ്ക്ക് ഇഷ്ടമുള്ള മീനെല്ലാം വെച്ച്, പാര എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് വലിയ പാര നോക്കി വാങ്ങി. ചിമ്മയുടെ ഫേവറേറ്റ് മീനാണ് നവര മീനൊക്കെ വയ്ക്കുമ്പോൾ അമ്മ പറയായിരുന്നു, ഇനി ലേബർ റൂമിൽ പോവേണ്ടി വന്നാൽ നവര മീൻ നാളെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇന്ന് വെച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. ചീമയും സച്ചിനും എല്ലാവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഒരു 10-11 മണിയായപ്പോഴേക്കും അച്ഛൻ ഗ്രേപ്പ് ജ്യൂസ് എല്ലാം അടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും ഒക്കെ തന്നു. അച്ഛനാട്ടോ അത് അടിച്ചുകൊണ്ട് തന്നത്. ഗ്രേപ്സും പൊമഗ്രാനറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു കിടിലം ജ്യൂസ്, നല്ല ചിൽഡ് ജ്യൂസ് കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേദയെ വിളിക്കാനുള്ള സമയമായി. ഞാൻ നേരെ വേദയെ വിളിക്കാനായിട്ട് പോയിട്ട് വന്ന് ചോറും നല്ല പാര മീൻകറിയും, നല്ല ഉടങ്കലും മുളകൊക്കെ ഇട്ട് വെച്ച പാര മീൻകറിയും കപ്പയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. അപ്പോഴേക്കും ചീമയ്ക്ക് രാവിലെ മുതലേ ചെറിയൊരു വയ്യായിക നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ മീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എല്ലാവരും പറയായിരുന്നു, വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കൂ, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാമെന്ന് അറിയില്ല. ചീമയുടെ ഇരിപ്പ് കണ്ടിട്ട് അത്രയ്ക്ക് വശപ്പശകായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതും ആൾ അവശതയിലേക്ക് പോയേട്ടോ. ചെറിയൊരു ബാക്ക് പെയിനും ഒരു ക്ഷീണവും ഒക്കെ ആയിട്ട് വല്ലാതെയായി. അങ്ങനെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ലേബർ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ PRSൽ ചീമയെ അപ്പോൾ തന്നെ കൊണ്ടുവന്നു. പെയിനോ വേറെ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വാട്ടർ ബ്രേക്കേജോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ക്ഷീണം, ബാക്ക് പെയിൻ, ആൾ ഭയങ്കര ടയേർഡാണ്, ഫുഡൊന്നും കഴിക്കുന്നില്ല. അതൊക്കെ കണ്ടപ്പോൾ നമുക്കും ടെൻഷനായിട്ടോ. രാത്രിയൊക്കെ ആയാലും വലിയ പാടല്ലേ, അതുകൊണ്ട് വയ്യാന്ന് കണ്ടപ്പോഴേ അവൾക്ക് പോകണമെന്നില്ല. ഡോക്ടർ 22nd ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ നിന്നത്. പക്ഷെ നമുക്ക് കണ്ടിട്ട് ഒരു സമാധാനം വരുന്നില്ല. അങ്ങനെ നേരെ ലേബർ റൂമിൽ വന്നു. ചീമയിൽ ലേബർ റൂമിൽ കയറ്റിയിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ബാക്കി വിശേഷം എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ.